ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റായ ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഇലാസ്റ്റിസിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. Surface tension is a molecular phenomenon. It is due to molecular attractive forces. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ ഫിനോമിനനാണ്. അത് ഉണ്ടാവുന്നത് മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് കൊണ്ടാണ്. There are two types of molecular attractive forces. First one, cohesive forces or cohesion, the mutual attraction between molecules of same substance. Second one, adhesive forces or adhesion, mutual attraction between molecules of different substances. അപ്പോൾ കൊഹിഷൻ എന്ന് പറയുന്നത് സെയിം സബ്സ്റ്റൻസുകളുടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അട്രാക്ഷനെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസുകളുടെ മോളിക്യൂൾസ് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. The cohesive force between molecules is effective up to a certain distance called molecular range. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ മെയിനായിട്ട് റെസ്പോൺസിബിൾ ചെയ്യുന്നത് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സാണ്. ആ ഒരു മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സിന് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് വരെയാണ് എഫക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് ഓഫ് കൊഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസിനാണ് മോളിക്കുലർ റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റേഞ്ച് ഓഫ് കൊഹസീവ് ഫോഴ്സാണ് നമുക്ക് മോളിക്കുലർ റേഞ്ച് എന്നും പറയാം. അപ്പോൾ ആ മോളിക്കുലർ റേഞ്ചാണ് 10⁻⁹ മീറ്റർ. The maximum distance at which the molecules can attract each other is called as sphere of influence. അതായത് ഒരു മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ നടക്കാൻ ഒരു മാക്സിമം ഡിസ്റ്റൻസ് വരെ അവരുടെ അട്രാക്ഷൻ നടക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു മാക്സിമം ഡിസ്റ്റൻസ് ആ മോളിക്യൂൾസിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയാം. The uppermost layer of the liquid with thickness equal to molecular range is called as surface film. അപ്പോൾ ഒരു ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തെ ലെയറിനെയാണ് നമ്മൾ സർഫസ് ഫിലിം എന്ന് പറയുക. ആ ലിക്വിഡിൻ്റെ തിക്നെസ് എപ്പോഴും മോളിക്കുലർ റേഞ്ചിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ മോൾ ഭാഗത്തെ അപ്പർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ സർഫസ് ഫിലിം എന്ന് പറയുക. Surface tension can be defined as the force of tension acting a unit length of an imaginary line drawn in the free surface of a liquid at rest. അപ്പോൾ നമ്മളിതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഒരു ഓവർവ്യൂ കൺസിഡർ ചെയ്താൽ, അതായത് ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഫ്രീ സർഫസിൽ കൂടെ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും നമുക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതായത് ആ ഒരു ലൈനിൻ്റെ ഏതൊരു പോയിന്റിൽ നിന്ന് എടുത്താലും നമുക്കൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ സർഫസ് ടെൻഷൻ്റെ ഡെഫിനേഷനായിട്ട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എപ്പോഴും ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലിക്വിഡ് സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ബീയിങ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ആൻഡ് ടാൻജൻഷ്യൽ ടു ദി ലിക്വിഡ് സർഫസ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത്. SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് Nm⁻⁻1 ആൻഡ് ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ ഈക്വൽ ടു Mt⁻². ഇനി സർഫസ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി ലിക്വിഡ് സർഫസ്. അപ്പോൾ സർഫസ് ടെൻഷന് രണ്ട് ഡെഫിനേഷൻ ഉണ്ട്. സർഫസ് ടെൻഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് ആൻഡ് സർഫസ് ടെൻഷൻ ഈക്വൽ ടു സർഫസ് എനർജി ബൈ യൂണിറ്റ് ഏരിയ. പ്രഷർ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ 3 സർഫസ്, അതായത് പ്ലെയിൻ സർഫസ്, കോൺകേവ് സർഫസ് ആൻഡ് കോൺവെക്സ് സർഫസുകളുള്ള പ്രഷർ ഡിഫറൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പ്ലെയിൻ സർഫസ് കൺസിഡർ ചെയ്താൽ നമുക്ക് ഫിഗറിൽ കാണാം. ആ പ്ലെയിൻ സർഫസിൽ രണ്ട് സൈഡിലും ഈക്വൽ പ്രഷർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വൽ പ്രഷർ ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ സർഫസിലുള്ള പ്രഷർ 0 ആയിരിക്കും. അപ്പോൾ പ്രഷർ ഓൺ എ പ്ലെയിൻ സർഫസസ് 0. ഇനി അടുത്തത് കോൺകേവ് സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കോൺകേവ് സർഫസിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അപ്വേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺകേവ് സർഫസിലുള്ള പ്രഷറായിരിക്കും കൂടുതൽ. അപ്പോൾ പ്രഷർ ഓൺ ദി കോൺകേവ് സർഫസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് ഇസ് ലാർജർ. ഈ നെക്സ്റ്റ് വൺ കോൺവെക്സ് സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോൺവെക്സ് സർഫസിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ കോൺവെക്സ് സർഫസിൻ്റെ ഉള്ളിലുള്ള പ്രഷറായിരിക്കും കൂടുതൽ. പ്രഷർ ഇൻസൈഡ് ദി കോൺവെക്സ് സർഫസ് ഇസ് ലാർജർ. എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കോൺവെക്സ് സർഫസ് ഉള്ള ഒരു സ്പിരിക്കൽ ലിക്വിഡ് ഡ്രോപ്പാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് R ആയിരിക്കണം. അപ്പോൾ കൺസിഡർ എ സ്പിരിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് വിത്ത് കോൺവെക്സ് സർഫസ് ഓഫ് റേഡിയസ് R. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം ഈ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസിൻ്റെ മോളിക്യൂൾസ് എപ്പോഴും ഒരു ഡൗൺവേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സർഫസ് ടെൻഷൻ കാരണം ഈ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസ് എപ്പോഴും ഒരു ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് പുള്ള് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഉള്ളിലുള്ള പ്രഷറായിരിക്കണം പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതൽ. അപ്പോൾ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പിന് നമ്മൾ P ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ദിസ് എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ഓവർ ദി പ്രഷർ ഔട്ട്സൈഡ് ദ ഡ്രോപ്പ് ബി P. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എക്സസ് ഓഫ് പ്രഷർ P കാരണം നമുക്ക് ഫിഗർ നോക്കിയാൽ കാണാം ഈ ഒരു പ്ലെയിൻ സർഫസ് ABCDയിൽ ഈ എക്സസ് ഓഫ് പ്രഷർ P കാരണം ഒരു അപ്വേർഡ് ത്രസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ അപ്വേർഡ് ത്രസ്റ്റ് ഈക്വൽ ടു πr² P ആയിരിക്കും. അതായത് അപ്വേർഡ് ത്രസ്റ്റ് ഓൺ ദ പ്ലെയിൻ സർഫസ് ABCD ഡ്യൂ ടു എക്സസ് ഓഫ് പ്രഷർ P ഈക്വൽ ടു πr² P. ഇനി ഈ ഡൗൺവേർഡ് പുൾ ഈ സർഫസ് ടെൻഷൻ കാരണം ഒരു ഡൗൺവേർഡ് പുള്ള് ഈ സർഫസ് ABCDയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആക്ടിങ് ഡൗൺവേർഡ് അലോങ് ദി എഡ്ജ് ഓഫ് ദി സർക്കിൾ ABCD ഈക്വൽ ടു 2πrt. ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഈക്വൽ ടു 2πrt ആയിരിക്കും. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം ഈ അപ്വേർഡ് ത്രസ്റ്റും ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷനും ഈക്വൽ ആയിരിക്കും. അതായത് അപ്വേർഡ് ത്രസ്റ്റ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ വിച്ച് എംപ്ലൈസ് πr² P ഈക്വൽ ടു 2πrt. From that, excess of pressure P equal to 2T/R. Therefore, pressure inside a drop is greater than the pressure outside a drop by an amount 2T/R. അതായത് എപ്പോഴും ഡ്രോപ്പിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ആയിരിക്കും പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതൽ. എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ. അപ്പോൾ ബബിളിൻ്റെ അകത്തുള്ള പ്രഷർ കണ്ടുപിടിക്കുന്നത് നമ്മൾ രണ്ട് കേസായിട്ടാണ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ എക്സസ് ഓഫ് പ്രഷർ ഓഫ് ബബിൾ ഫോംഡ് ഇൻസൈഡ് എ ലിക്വിഡ്. സെക്കൻഡ് വൺ എക്സസ് ഓഫ് പ്രഷർ ഓഫ് ബബിൾ ഫോംഡ് ബൈ എ ലിക്വിഡ് ഇൻ എയർ. അതായത് ഫസ്റ്റ് വൺ ലിക്വിഡിൻ്റെ അകത്തുള്ള ബബിളിൻ്റെ പ്രഷർ കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് കൺസിഡർ ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് R ഫോംഡ് ഇൻസൈഡ് എ ലിക്വിഡിൻ്റെ അകത്ത് ഫോം ചെയ്ത ഒരു എയർ ബബിൾ ഓഫ് റേഡിയസ് R ഉള്ള ഒരു എയർ ബബിളാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ആ ബബിൾ ചെറുതാണെങ്കിൽ അതിൻ്റെ എല്ലാ വശത്തേക്കും ഒരു ഈക്വൽ അതായത് സെയിം ആയിട്ടുള്ളൊരു ലിക്വിഡ് പ്രഷറാണ് അനുഭവപ്പെടുക. അപ്പോൾ ദ ബബിൾ ഇസ് സ്മോൾ സോ ദാറ്റ് ദ ലിക്വിഡ് പ്രഷർ ഇസ് സെയിം ത്രൂ ഔട്ട്. പിന്നെ ഈ ബബിളിന് ഒരൊറ്റ സർഫസ് ഉള്ളൂ, ഒരു ഇന്നർ സർഫസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ അകത്ത് കണ്ട പ്രഷർ തന്നെയായിരിക്കും ഇവിടെ ബബിളിൻ്റെ അകത്തുള്ള പ്രഷറും. അതായത് ഒരു സർഫസ് ഉള്ളതുകൊണ്ട് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ അകത്തുള്ള എക്സസ് ഓഫ് പ്രഷർ തന്നെയായിരിക്കും ഇവിടത്തെയും എക്സസ് ഓഫ് പ്രഷർ. ദാറ്റ് ഈസ് എക്സസ് ഓഫ് പ്രഷർ P ഇൻസൈഡ് എ ബബിൾ ഈക്വൽ ടു 2T/R. നെക്സ്റ്റ് കേസ് എക്സസ് ഓഫ് പ്രഷർ ഓഫ് ബബിൾ ഫോംഡ് ബൈ എ ലിക്വിഡ് ഇൻ എയർ. അതായത് എയറിൽ ഫോം ചെയ്ത ഒരു ബബിളിൻ്റെ പ്രഷറാണ് അടുത്ത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് കൺസിഡർ എൻ എയർ ബബിൾ ഓഫ് റേഡിയസ് R ഫോംഡ് ബൈ എ ലിക്വിഡ് ഫിലിം. അതായത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു റേഡിയസ് R ഉള്ള ഒരു എയർ ബബിൾ ലിക്വിഡ് ഫിലിമിൽ ഫോം ചെയ്ത, അതായത് എയറിൽ ഫോം ചെയ്ത ഒരു എയർ ബബിൾ ഓഫ് റേഡിയസ് R കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സോപ്പ് ബബിൾ പറയാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഈ ബബിളിന് രണ്ട് ലിക്വിഡ് സർഫസ് ഉണ്ട്. മറ്റേ കേസിലാണെങ്കിൽ ലിക്വിഡിൻ്റെ അകത്ത് ഫോം ചെയ്താണെങ്കിൽ ഒരു ഇന്നർ സർഫസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് ലിക്വിഡ് സർഫസുകളുണ്ട് ബബിളിന്. അതായത് ഒന്ന് ഔട്ടർ സർഫസും ഇന്നർ സർഫസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ടാവും. ഒന്ന് ഫോഴ്സ് ഡ്യൂ ടു എക്സസ് ഓഫ് പ്രഷറും സെക്കൻഡ് വൺ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷനും. രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് ബബിളിന്. അപ്പം എന്താ ഇൻ ദിസ് കേസ് ബബിൾ ഹാസ് ടു ലിക്വിഡ് സർഫസ്, ദാറ്റ് ഈസ് ഔട്ടർ സർഫസ് ആൻഡ് ഇന്നർ സർഫസ്. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു എക്സസ് ഓഫ് പ്രഷർ ഈക്വൽ ടു
pi r square p and force due to surface tension equal to 2 into 2 pi rt. അതായത് ഇവിടെ രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ നമുക്കറിയാം. സാധാരണ ഒരു ലിക്വിഡ് ഡ്രോപ്പിലത്തെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ 2 pi rt ആണ്. ഇവിടെ ബബിളിന് രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 into 2 pi rt that is equal to 4 pi rt. അപ്പോൾ at equilibrium force due to surface tension and force due to excess of pressure are equal. That is pi r square p equal to 4 pi rt. From that excess of pressure p equal to 4t by r. First കേസിൽ excess of pressure of bubble formed inside a liquid. ലിക്വിഡിൻ്റെ അകത്തുള്ള ബബിളിൻ്റെ പ്രഷർ p equal to 2t by r ആൻഡ് എയറിൽ ഫോം ചെയ്ത ബബിളിൻ്റെ, അതായത് എക്സസ് ഓഫ് പ്രഷർ ഓഫ് ബബിൾ ഫോംഡ് ബൈ എ ലിക്വിഡ് ഇൻ എയറിൻ്റെ എക്സസ് ഓഫ് പ്രഷർ p ഈക്വൽ ടു 4t by r ആയിരിക്കും. ഇഫക്റ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഓൺ എ ബബിൾ. അപ്പോൾ ആ ബബിളിൻ്റെ റേഡിയസിലുള്ള ചേഞ്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വി കൺസിഡർ എ ചാർജ്ഡ് ബബിൾ. അപ്പോൾ എല്ലാ ബബിളിനും സെയിം ചാർജ് ആയതുകൊണ്ട് തന്നെ ആ ബബിൾസ് തമ്മിലൊരു റിപ്പൾഷനാണ് നടക്കുക. അപ്പോൾ റിപ്പൾഷൻ കാരണം തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിന് ഒരു ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അതായത് റിപ്പൾഷൻ കാരണം തന്നെ ഒരു ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിനി ഗോസസ് ലോ യൂസ് ചെയ്താണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് യൂസിങ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു മെക്കാനിക്കൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 എപ്സിലോൺ r. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി, അതായത് സിഗ്മ ഈക്വൽ ടു ചാർജ് ക്യൂ ബൈ ഏരിയ. And epsilon 0 equal to permittivity of free space and epsilon r equal to relative permittivity of given medium. അപ്പോൾ ഇനി ഈ ബബിള് എയറിലാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗിവൺ മീഡിയം എപ്സിലോൺ r ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇക്വിലിബ്രിയൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു എയറിൽ ഉണ്ടാവണ ഒരു ബബിളിൻ്റെ, എയറിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ ഒരു ബബിളിൻ്റെ എക്സ് ഓഫ് പ്രഷർ 40 by r ആണെന്ന് നമ്മൾ കണ്ടു. ആ ഒരു എക്സ് ഓഫ് പ്രഷർ 40 by r ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ, അതായത് സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 എപ്സിലോൺ r ഈക്വൽ ആയിരിക്കും. അതായത് അറ്റ് ഇക്വിലിബ്രിയം 40 by r ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 എപ്സിലോൺ r. ഇനി സിഗ്മയ്ക്ക് പകരം നമ്മൾ ചാർജ് ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് സിഗ്മയ്ക്ക് പകരം നമ്മൾ ചാർജ് ക്യൂ ബൈ ഏരിയ, സ്പിയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 4 pi r സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സിഗ്മയ്ക്ക് പകരം സിഗ്മ സ്ക്വയറിന് പകരം നമ്മൾ ക്യൂ ബൈ 4 pi r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 40 by r ഈക്വൽ ടു ക്യൂ ബൈ 4 pi r സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 by 2 എപ്സിലോൺ 0 എപ്സിലോൺ r. ഫ്രം ദാറ്റ് നമുക്ക് കിട്ടും r ക്യൂബ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 128 pi സ്ക്വയർ എപ്സിലോൺ 0 എപ്സിലോൺ r, which implies r cube directly proportional to q square. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി r cube directly proportional to q square, which implies r directly proportional to q raised to 2 by 3. അപ്പോൾ r directly proportional to q raised to 2 by 3. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ആസ് q increases r also increases. അതായത് ചാർജ് കൂടും തോറും ഈ ബബിളിൻ്റെ റേഡിയസും കൂടും. അതായത് ചാർജ് ക്യൂ ഇൻക്രീസസ്. ആസ് ചാർജ് ക്യൂ ഇൻക്രീസസ് റേഡിയസ് ആർ ഓഫ് ദ ബബിൾ ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ്, വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ ബബിൾ. അപ്പോൾ ഫസ്റ്റ് വി കൺസിഡർ എ ബബിൾ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ ബബിൾ ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ഓഫ് ഫിലിം ഫോമിങ് ദി ബബിൾ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ടി ആയിട്ട് എടുക്കാം. അപ്പോൾ ഏരിയ ഓഫ് ഫിലിം ഫോമിങ് ദി ബബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബബിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4 pi r സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഇന്നർ സർഫസും ഔട്ടർ സർഫസും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 2 into 4 pi r സ്ക്വയർ എടുക്കണം. അപ്പോൾ ഏരിയ ഓഫ് ഫിലിം ഫോമിങ് ദി ബബിൾ ഈക്വൽ ടു 2 into 4 pi r square, which is equal to 8 pi r square. But therefore work done in blowing the bubble equal to surface tension T into area of film forming the bubble 8 pi r square. But therefore work done in blowing a bubble W equal to T into 8 pi r square, which is equal to 8
pi r square T. Therefore, work done in blowing a bubble W equal to 8 pi r square T.